നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അടുത്ത സീസണിലേക്ക് ടീമിനെ ശക്തിപ്പെടുത്തുകയാണല്ലോ സാൻഡോസ്. ഇപ്പോൾ അവിടെ പൗലിസ്റ്റയെ ആരംഭിച്ചിട്ടുണ്ട്. ബ്രസീലിയറോ സീരിയ വരാനിരിക്കുന്നു. ഈ ഘട്ടത്തിൽ പക്ഷേ ക്ലബിന് തിരിച്ചടിയായിക്കൊണ്ടൊരു സാങ്ഷൻ വന്നിട്ടുണ്ട് എന്നുള്ളത് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലരും ഇക്കാര്യം നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവും. സംഗതി മറ്റൊന്നുമല്ല, സാൻഡോസ് ഫുട്ബോൾ ക്ലബിന് സാങ്ഷൻ ലഭിച്ചിരിക്കുന്നു. അത് ഡിഫൻഡർ ജാവോ ബസോയുടെ ഡീലുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഈ വാർത്ത നേരത്തെ വന്നതാണ്. ഇപ്പോൾ കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സ്, അതായത് CASൽ അവർ അപ്പീൽ കൊടുത്തിരുന്നു. ആ അപ്പീൽ തള്ളിപ്പോയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ സാൻഡോസിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ CASലും വിധി വന്നിരിക്കുന്നത്. ഇനി അപ്പീൽ കൊടുക്കാൻ വേറെ എവിടെയുമില്ല. ദർ ആർ നോ ഫർദർ അപ്പീൽസ്. സോ സാങ്ഷൻഡ് എന്ന് പറഞ്ഞാൽ സാങ്ഷൻഡ് ആണ് എന്ന് പറയുമ്പോൾ 45 ദിവസം അവർക്ക് സമയം കൊടുത്തിട്ടുണ്ട്. 2.6 മില്യൺ യൂറോസ് അടച്ചു തീർക്കാൻ വേണ്ടി 45 ദിവസത്തെ സമയം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എമൗണ്ട് കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ സാങ്ഷൻ നിലവിൽ വരില്ല. അതല്ല, ഇഫ് ദി എമൗണ്ട് ഈസ് നോട്ട് സെറ്റിൽഡ്, ക്ലബിന് തീർച്ചയായിട്ടും ഒരു സാങ്ഷൻ നേരിടേണ്ടി വരും. അതായത് ആ ബാന് വരുന്നത് പ്രോഹിബിറ്റഡ് ഫ്രം രജിസ്റ്ററിങ് ന്യൂ പ്ലേയേഴ്സ്, പുതിയ പ്ലേയേഴ്സിനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല ഈ പൈസ കൊടുത്ത് തീർത്തില്ലെങ്കിൽ എന്നുള്ളതായിരിക്കും സാൻഡോസ് നേരിടാൻ പോകുന്ന വലിയ പ്രശ്നം. അത് സ്വാഭാവികമായിട്ടും വലിയ തിരിച്ചടിയിലേക്ക് ക്ലബിനെ കൊണ്ടുവന്നെത്തിക്കും. ഏതായാലും നിലവിൽ വരുന്ന വാർത്തകളനുസരിച്ച് ഈ എമൗണ്ട് ഇമ്മീഡിയറ്റ്ലി തന്നെ സാൻഡോസ് കൊടുത്ത് തീർക്കുകയും ചെയ്യും. ബാക്കി മാർക്കറ്റിൽ സജീവമായിട്ട് ഇത്തവണ ഇടപെടുകയും ചെയ്യുമെന്നാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.